അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്നും യൂസ്ഫുള്ളായ കുറേയേറെ ടിപ്സും ട്രിക്സും അതുപോലെ ഹാക്സുമായിട്ടാണ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ വന്നിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരുടെയും അടുക്കളയിൽ കാണുമല്ലോ ഇങ്ങനത്തെ പഴയ അരിപ്പകൾ, കളയാൻ വെച്ചതും കൊടുക്കാൻ വെച്ചതൊക്കെ ആയിട്ട് നമുക്കതുകൊണ്ട് പല യൂസ്ഫുള്ളായ ഐഡിയാസുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഇഞ്ചി ചുരണ്ടി ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമമാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് കമിഴ്ത്തി വെക്കുക. അരിപ്പ കമിഴ്ത്തി വെച്ചിട്ട് നമുക്കിതിൽ ചെറിയൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരുതി കൊടുത്താൽ ആ സ്കിന്ന് മുഴുവനും മാറിയിട്ട് നമുക്ക് നല്ല ക്ലീനായ ഇഞ്ചി നമുക്ക് പാകം ചെയ്യാൻ എടുക്കാം പറ്റിയ തരത്തിൽ കിട്ടുന്നതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഈ സൈഡിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഒരു കത്തി കൊണ്ട് പതുക്കെ ചുരണ്ടി എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഐഡിയ കൊള്ളാലല്ല, ഇഷ്ടമായ ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇതിൽ നന്നായിട്ടൊന്ന് ഒരുതി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് നമുക്ക് ആ ഇഞ്ചിയുടെ പേസ്റ്റ് കണ്ടില്ല നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ കിട്ടും. നാരൊന്നും ഇല്ലാത്തത് നമുക്ക് അത് ചുരണ്ടി എടുക്കാമെന്ന് കണ്ടില്ലേ, നല്ല ഫൈൻ പേസ്റ്റാണ് കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളിയും ഇതിലൂടെ ഇങ്ങനെ ഒരുതി കൊടുത്താൽ നല്ല ഫൈനസ്റ്റ് എന്ന് പറയാം, അത്രയും നല്ല പേസ്റ്റാണ് നമുക്ക് കിട്ടുക. അതുപോലെ വേറെ ഇങ്ങനെ കുത്തിയെടുക്കുന്ന ആ ടൂൾസൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ അരിപ്പ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കട്ടിംഗ് ബോർഡ് പലപ്പോഴും ഇങ്ങനെ വഴുതി കളിക്കുമല്ലേ, എന്തെങ്കിലും പച്ചക്കറി അരിയാനൊക്കെ വെച്ചാൽ വഴുതി കളിക്കും. അപ്പോൾ അത് അവിടെ നിൽക്കണമെങ്കിൽ ഒരു ഗ്രിപ്പ് വേണം. അതിന് നമുക്ക് റബ്ബർ ബാൻഡ് എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. റബ്ബർ ബാൻഡ് ആ ബോർഡിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. കണ്ടില്ല, ഇപ്പോൾ അങ്ങനെ അനങ്ങില്ല. രണ്ട് ഭാഗത്ത് ഇടുക. ഒരു ഭാഗത്തായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും രണ്ട് ഭാഗത്താണെങ്കിൽ അവിടെ നന്നായിട്ട് ഉറച്ചിരുന്നോളും. ഇപ്പോൾ കണ്ടില്ല, ഇളകുന്നൊന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ എടുത്തിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുക. ഒന്നിച്ച് കുറച്ച് വേണമെങ്കിൽ ഈ റബ്ബർ ബാൻഡ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞാൽ കണ്ടില്ലേ, ഒന്നിച്ച് നമുക്ക് കുറേ എണ്ണം, കുറേ വെണ്ടയ്ക്കയോ ബീൻസോ എന്തോ ആവട്ടെ, ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് മുറിച്ചെടുത്താൽ വളരെ ഈസിയാവും അല്ലേ. ഇനി അടുത്തത് എന്താണ്, ബോട്ടിൽസ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് കളയാനും കൊടുക്കാനും വെച്ചത്. അതുകൊണ്ട് ചെറിയ ട്രിക്സ്, ചെറിയ ഹാക്സ് ഉണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. നമുക്ക് ബ്രഷൊക്കെ പലപ്പോഴും പഴയ ബ്രഷും ചില നമ്മുടെ കാലൊക്കെ ഒരുതാനായിട്ട് എടുക്കുന്ന ബ്രഷുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചിലപ്പോൾ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, വെച്ചാൽ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഇതിലൂടെ ഇത് കണ്ടെയ്നർ പോലെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിത് എവിടെയെങ്കിലും ആണിയിലോ അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റിയ ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒട്ടിച്ച് വെച്ചാലും നല്ല എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ ഇതിൻ്റെ അടിയിലും ഹോൾസ് ഇട്ട് വെക്കണം, കാരണം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. വെള്ളം അതിൽ അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പം നമുക്കിങ്ങനെ എവിടെയെങ്കിലും കൊളുത്തിലോ അല്ലെങ്കിൽ ആണി ഉണ്ടെങ്കിൽ ആണിയിലോ ഒക്കെ തൂക്കിയിടാവുന്നതല്ലോ. അതുപോലെ നനഞ്ഞ കൊടയും റെയിൻ കോട്ട് വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചുരുട്ടി വെച്ചാൽ, സ്ഥലമില്ലാത്ത വീടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം പിന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ഐഡിയ അല്ലേ. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഫണലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെന്തെങ്കിലും കുത്തുമ്പോൾ ഇതിലൂടെയൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടില്ലേ, ഇപ്പോൾ കുരുമുളകൊക്കെ പുറത്തേക്ക് തെറിച്ച് പോയി. നമുക്ക് ഇതുകൊണ്ട് മൂടിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയാൽ കുരുമുളകാവട്ടെ അതുപോലെ ജീരകമാവട്ടെ പൊടിക്കുമ്പോഴൊന്നും തെറിച്ച് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ബന്ധുക്കളിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലേ. അടുത്തത് നമുക്കിത് തന്നെ പലരും യൂസ് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ ഫണലായിട്ടും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ബോട്ടിൽ കൊണ്ട് നല്ലൊരു എന്താ പറയുക, ഹെൽപ്ഫുള്ളായ ഒരു ഹാക്കാണ്. നമുക്ക് നമ്മുടെ പാത്രങ്ങൾ കഴുകിയ ചകിരിയാകട്ടെ അതൊക്കെ ചിലപ്പം വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്നിരിക്കും. അപ്പോൾ അത് ഒന്ന് തൂക്കിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ വാർന്നിട്ട് നല്ല ഫ്രഷായിട്ട് എന്ന് പറഞ്ഞാൽ ആ മണമൊക്കെ ഉണ്ടാവും, നനഞ്ഞുകൊണ്ടിരുന്ന മണം വരും. അത് മണം ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇങ്ങനെ തൂക്കിയിടാൻ പറ്റിയൊരു ഹോൾഡർ വേണം. അതിനാണ് കേട്ടോ. ഇങ്ങനത്തെ ബോട്ടിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒന്നുകിൽ ചൂടാക്കിയ
ഇങ്ങനത്തെ കത്തി വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലേഡ് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറ്റുക അതുകൊണ്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ചൂടാക്കിയിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് വിട്ടാൽ ഒരമുള്ള ഷാർപ്പായ ഭാഗമൊക്കെ പോയിട്ട് നല്ല മിനുസമുള്ളതായിട്ട് തീരും. ഇനി നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിത് പൈപ്പിൻ്റെ അടുത്ത് വല്ല ആണിയോ എന്തെങ്കിലും ഹുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തൂക്കിടാവുന്നതേ ഉള്ളൂ. എൻ്റെ പൈപ്പിൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പൈപ്പിൽ തന്നെ ഇങ്ങനെ തൂക്കിടാവുന്ന വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൂടെയും ചെയ്യാം, പുറത്തൂടെ എങ്ങനെയാണെങ്കിലും തൂക്കിടാവുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമ്മൾ കഴുകിയ ചകിരി ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് വാർന്നിട്ട് നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ. ബാക്കിയുള്ളത് ഇങ്ങനത്തെ ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് വേറൊരു ഐഡിയ കിട്ടിയത്. നമുക്ക് നമ്മുടെ ഈ ഗാർബേജ് വെക്കുന്ന ബാഗൊക്കെ വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ഒരു വാളിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്ത്, പറഞ്ഞാൽ ഒരു സ്റ്റിക്കി ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല ഹൂക്ക് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പതുക്കെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി നമുക്കിതവിടെ തൂക്കി വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇനി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടമായ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.